കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മുടിയിഴകൾക്ക് നല്ല നീളം കിട്ടുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല തിക്കാവുന്നതിനും മുടിക്ക് കനം കുറവുള്ളവർക്ക് മുടിക്ക് നല്ല കനം വയ്ക്കുന്നതിനും അതായത് കട്ടി വയ്ക്കുന്നതിനും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പായ്ക്കുമായിട്ടാണ്. വെറും 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി ഈ ഒരു പായ്ക്കിനായിട്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ കഞ്ഞിവെള്ളം തന്നെയാണ്. കഞ്ഞിവെള്ളം നമുക്കറിയാലോ, മുടി നന്നായിട്ട് നീളം വയ്ക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ തലേന്നത്തെ കഞ്ഞിവെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. ഒന്നുകിൽ തലേന്നത്തെ കഞ്ഞിവെള്ളം എടുക്കുക, അല്ലെങ്കിൽ പിറ്റേന്നത്തെ രാവിലത്തെ കഞ്ഞിവെള്ളമാണെങ്കിൽ ഈവനിങ് ടൈമിൽ യൂസ് ചെയ്യാം. അങ്ങനെ ഈ 2 രീതിയിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക. കഴിവതും തലേന്നത്തെ കഞ്ഞിവെള്ളം തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് കുറച്ചുകൂടി എഫക്റ്റീവ്. പിന്നെ നമുക്ക് വേണ്ടുന്നത് നെല്ലിക്കയാണ്. 2 നെല്ലിക്ക, പച്ച നെല്ലിക്ക തന്നെ കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത്. ഇനി അത് കിട്ടിയില്ല എങ്കിൽ മാത്രം നമുക്ക് നെല്ലിക്കയുടെ പൊടി ഉപയോഗിക്കാം. അതിനേക്കാൾ എഫക്റ്റീവ് ഇപ്പോഴും ഈ പച്ച നെല്ലിക്ക തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഞ്ഞിവെള്ളത്തിനകത്തേക്ക് ഈ പച്ച നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിടുക. അപ്പോൾ ഇത് നമ്മൾ ഈവനിങ് ടൈമിലാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമ്മൾ രാവിലെ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടതിന് ശേഷം കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിൽ ഈ നെല്ലിക്ക കിടക്കണം. അതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട്, ഒന്നുകിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അല്ല എങ്കിൽ നമ്മളിത് അരച്ചിട്ട് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്താലും മതി. അപ്പോൾ ഇത് 2 മെത്തേഡാണ് എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് വളരെ എഫക്റ്റീവാണ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു പായ്ക്കാണ്. ഞാൻ പറഞ്ഞതില്ല, എൻ്റെ മുടി നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, എനിക്ക് അത്യാവശ്യം ഹെയർ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ഇപ്പം എൻ്റെ മുടി പോയിട്ട് ആ നീളം മാത്രം നിന്നിട്ട് ബാക്കി ഉള്ളു കംപ്ലീറ്റ് ആയിട്ട് പോയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചൊരു വ്യത്യാസം വന്നു തുടങ്ങിയതാണ് ഈ ഒരു പായ്ക്ക് ഉപയോഗിച്ച്. അതുകൊണ്ടാണ് പുതിയ മുടിയിഴകളൊക്കെ നമുക്ക് ഫ്രണ്ടിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അതുപോലെ ഹെയറിൽ ആണെങ്കിലും നമുക്ക് ആ തലയോട്ട് തെളിഞ്ഞ് നിന്നെടുത്ത് പുതിയ മുടിയിഴകൾ ഉണ്ടാവാനായിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു പായ്ക്കാണ്. അതുകൊണ്ടാണ് ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു പായ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ അതായത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന അന്ന് തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു പായ്ക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു 15 മിനിറ്റ് നമ്മളിത് ഹെയറിൽ വെച്ചാൽ മതി. അതിനുശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് എത്ര തവണ അപ്ലൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഴ്ചയിൽ ഒരു 2 അല്ലെങ്കിൽ 3 തവണയിൽ കൂടുതൽ വേണ്ട കേട്ടോ. 2 തവണ തന്നെ മതി. ഞാൻ 2 തവണയൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. നല്ല കിടു റിസൾട്ടാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രാവിലെയാണ് കേട്ടോ. രാവിലെ ഞാനിത് ചെയ്ത് വെക്കണ സമയത്താണ് ഈ വീഡിയോ എടുത്തത്. പക്ഷേ ഇത് അരച്ചിടുന്ന ആ ഒരു ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് കുറച്ച് തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ അരച്ച ഭാഗം കാണിക്കാത്തത്. അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ മാക്സിമം അരച്ചെടുക്കാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന നെല്ലിക്ക ആദ്യം എടുത്ത് നമ്മൾ മിക്സിക്കകത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. ക്രഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ കഞ്ഞിവെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെ അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിന് നമുക്കിത് അരഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ എഫക്റ്റീവായിട്ട് എന്നാൽ സിമ്പിളായിട്ടുള്ളൊരു പായ്ക്കാണ് ഇന്ന് പറഞ്ഞു തന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.